ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണ്ണച്ചട്ടിയും കൊണ്ട് അങ്ങോട്ട് വന്നിക്കാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൊരിപ്പത്തിരിയാണ് കേട്ടോ. രാവിലെ തന്നെ പൊരിപ്പത്തിരിയാണ്. ഇപ്പം ഇന്നലെ പത്തിരി ഉണ്ടാക്കിയപ്പം ആ പൊടി ബാക്കി ഉണ്ടായപ്പം നമ്മൾ ഇന്ന് എന്ത് വിചാരിച്ചു, കുറച്ച് മൈദപ്പൊടിയൊക്കെ പാടെ അവിടെ ഉണ്ടായി, അതൊക്കെ പാടെ കൂട്ടിക്കൊഴിച്ചിക്കാണ്ട് നമ്മളിത് ആ പൊരിപ്പത്തിരി അങ്ങോട്ട് ഉണ്ടാക്കിയോണ്ട് നിൽക്കാറുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പൊരിപ്പത്തിരി, നല്ല സോഫ്റ്റ് പൊരിപ്പത്തിരി. ഇനി ബാക്കിയുള്ളതും നമ്മൾ ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കട്ടെ. പിന്നെ റെസിപ്പി ഒന്നും ഇപ്പം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ അങ്ങനെ കാട്ടിത്തരും, ഒക്കെ പാടൊന്നും ഉൾപ്പെടുത്താനൊന്നും നമുക്ക് ആദ്യം തന്നെ ഒരു പ്ലാനൊക്കെ വേണം. ഇന്ന് നാളെ ഇപ്പോൾ ഈ റെസിപ്പി ഉൾപ്പെടുത്തണം, നാളെ ഈ റെസിപ്പി ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് പ്ലാൻ ഇല്ലാത്ത പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് തോന്നിയത്. ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു സാധനം പെരയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ ഒരു പണിയില്ലല്ലോ. ഏതൊരു സാധനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ അങ്ങോട്ട് എടുക്കുക, വീഡിയോ അങ്ങോട്ട് എടുക്കുക, കാണുക, ഉണ്ടാക്കുക, അങ്ങനെയല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ കെട്ടിക്കൊടുന്ന കാലത്തൊന്നും ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത കുറച്ച് പണികളൊക്കെ ഇടിച്ചാനും അരക്കാനും തിരുമ്പാനും ഇങ്ങനത്തെ പണികളൊക്കെ നമുക്ക് നല്ലോണം അറിയാട്ടോ. കാരണം അതൊക്കെ നമ്മൾ നല്ലോണം എടുക്കുകയും അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുപ്പത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ അറിയില്ല. പിന്നെ ചോറൊക്കെ ഒന്നും അങ്ങോട്ട് തീമിടാന്നല്ലാതെ പത്തിരി ചൂടാ, ദോശ ചൂടാ, ഇങ്ങനത്തെ പരിപാടികളൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമ്മളെ ഇമ്മമാരനെ രാവിലെ എഴുന്നേറ്റുമ്പോൾ അതൊക്കെ മുന്നിക്കാക്കി റെഡിയാക്കി തരുമ്പോൾ നമുക്ക് പിന്നെ അതറിയില്ലല്ലോ. ഇടിച്ചലും മരക്കലൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്മമാരൊക്കെ ഇടിച്ച സമയത്ത് ഞങ്ങൾ ഇടിച്ചട്ടെ എന്നൊക്കെ ചോദിച്ചാണ് നമ്മളങ്ങനെ വാങ്ങി ഇടിച്ചാണ് അങ്ങനെ പഠിച്ചു. പിന്നെ നമുക്കതൊരു പണിയാവും ചെയ്യും. പിന്നെ സ്കൂളിട്ട് വരുമ്പോൾ ഇമ്മച്ചി വള്ളത്തിൽ അരിയിട്ട് വെക്കും. പിന്നെ ഞാനങ്ങോട്ട് ഇടിച്ചും അങ്ങനെ ചേലായാണ്. പിന്നെ നമുക്ക് ഇടിച്ചലൊക്കെ നല്ലോണം അറിയും. ഇടിച്ചലെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിൽ വൽക്കെട്ടാണ് ഇങ്ങനെ അരിയൊക്കെ ഇടിച്ചൂലേ, അതാണ് കേട്ടോ ഇടിക്കൽ എന്നൊക്കെ പറയുന്നത്. അമ്മിമ്മേലരക്കാൻ നമ്മളെ തേങ്ങ അരക്കില്ല, അന്നൊന്നും നമ്മളെ പെരയിൽ കറിയില്ലാത്തതുകൊണ്ട് അതൊക്കെ നമ്മളന്ന് അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി പരത്തലും ചുടലും ഒന്നും നമുക്കറിയില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് കുറച്ച് ദിവസമൊക്കെ നമ്മളെ പെരയിൽ നാത്തൂമാരും മൂത്തച്ചാളും ഒക്കെ ഉണ്ടാവില്ല. പിന്നെ ഓലൊക്കെ വിരുന്നൊക്കെ പോകില്ല. ആ സമയത്ത് നമ്മൾ ഒരു ദിവസം അടുക്കളയൊക്കെ രാവിലെ തന്നെ വന്നാണ് അടുപ്പിലൊക്കെ എങ്ങനെയൊക്കെ തിജു മൂട്ടി പിടിപ്പിച്ചാണ്. അടുപ്പിൽ തിജു കൂട്ടലൊന്നും നമുക്കറിയില്ല. ഇമ്മമാർ തിജു കൂട്ടുമ്പം അതിൻ്റെ ഒപ്പത്തിന് കൂടിയാണ് അങ്ങനെ ഉണ്ടാക്കാന്നല്ല, അതൊന്നും നമുക്കറിയില്ല. ഇനി അങ്ങനെ തിജു മൂട്ടി പിടിപ്പിച്ചാണ് നമ്മൾ പത്തിരിക്കുള്ള വെള്ളം അടുപ്പത്തേക്കാണ് വെച്ചാണ് എന്ത് ചെയ്ത് ആ വെള്ളത്തൊക്കെ പൊടിയാണ് ഇട്ട് കൊടുത്ത് അത് തിളക്കണതിന് മുന്നേ തന്നെ. പിന്നെ പച്ചവെള്ളത്തൊക്കെ അവിടെ പൊടിയിട്ട എങ്ങനെ ഉണ്ടാവും മക്കളെ. പിന്നെ ഞമ്മക്കാകെ ബേജാറായി. ഇതിപ്പോൾ എന്തൊക്കെയായി, വെള്ളത്തൊക്കെ പൊടിയിട്ടിട്ട് നമ്മൾ കയ്യിലോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്നും ആവണില്ല. അതങ്ങനെ അവിടെ അതേമാതിരി അട്ടയായി ഇങ്ങനെ കടുക്കാന്നല്ലാതെ പൊടി വാടിയിട്ടുമില്ല, ഒന്നും ആയിട്ടില്ല. പച്ചവെള്ളത്തൊക്കെ പൊടിയിട്ടാലല്ലേ എങ്ങനെ ആകുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഊഹിച്ചാലറിയല്ലോ. ഏതായാലും മക്കളെ പിന്നെ നമ്മളെ ഇമ്മൊക്കെ നീച്ച് വന്ന് പിന്നെ ഏതായാലും നമ്മളൊന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മൾ പുതിയ എണ്ണല്ലേ, വല്ലാത്തൊന്നും ആയിട്ടില്ലല്ലോ. ഏതായാലും എങ്ങനെയൊക്കെ അത് പരുത്തി ചുട്ട് റെഡിയാക്കി അത് ഇലയിലൊക്കെ പരുത്തിക്കാട് ഏതായാലും അന്നത്തെ രാവിലെ പത്തിരി നമ്മൾ കട്ടിപ്പത്തിരി അങ്ങോട്ട് തിന്നല്ല. അപ്പം എന്താ ചെയ്യാ, പൊടി വലിച്ചറിയാൻ പറ്റൂലല്ലോ. എന്താപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് അറിയോ, അങ്ങനത്തെ കാലത്തൊക്കെ അങ്ങനത്തെ ഓരോ കഥകൾ. ഇന്നത്തെ കാലത്ത് ഇപ്പം അതിനൊന്നും ഒരു ബേജാറുമില്ല. ഒന്നും നോക്കണ്ട, മൊബൈലിൽ കാണാൻ നോക്കി ഏത് കുട്ടിയാക്കും ഏത് ചെറിയ കുട്ടിയാക്കും ഉണ്ടാക്കലല്ലേ. അപ്പോൾ ആ കിസകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ. ഇനിയിപ്പോൾ കിസകളൊക്കെ ഒന്ന് അങ്ങോട്ട് നിൽക്കട്ടെ. ഒരുപാട് കിസകളൊക്കെ പറയാണ്ടാവും മക്കളെ. കിസകൾ അങ്ങോട്ട് പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ റീനു മദ്രസിട്ടൊക്കെ വന്നാണ്. പിന്നെ മുറ്റൊക്കെ അടിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് തരാം കേട്ടോ. അപ്പോൾ കണ്ട് അപ്പോൾ കവറൊക്കെ ഹരിതകർമ്മസേനൻ്റെ കവർക്കാണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ചാമക്കമരത്ത് വന്ന് ഒരുപാട് ചണ്ണൻ ചമ്മലം അങ്ങോട്ട് വീക്കുക, ഇല മുഴുവനും വീണാണ്ട് നമ്മൾ മുറ്റം കണ്ട് നാറി നേരം വെളുക്കുമ്പോഴത്തേന് അതൊക്കെ റീനു ഇവിടെ അടിച്ചേരി അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ വാരിടണം. പിന്നെ രാവിലെ തന്നെ ഇറച്ചി അങ്ങോട്ട് കിട്ടുകയും ചെയ്തിന്. ഇന്നിപ്പോൾ മൂല്യാർ ചിലവല്ലേ, അപ്പം ഇറച്ചി ചെയ്യാം, മന്തി ഉണ്ടാക്കും ചെയ്യാന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ വെള്ളിയാഴ്ച അല്ല അധികം പെരയിലൊക്കെ നമ്മൾ വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കൂലേ. ചിലപ്പോൾ വെള്ളിയാഴ്ച ഒത്തും ഉണ്ടാവില്ല, ഉണക്കമീനും ചോറ് കഴിക്കാരം. അതൊക്കെ പിന്നെ ഉച്ചയാകുമ്പോഴത്തേനും ആയി കിട്ടിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ നമ്മളെ ഹിസുട്ടിക്ക് നഴ്സറിക്ക് കൊണ്ടുപോകാൻ കുറച്ച് ചോറ് അങ്ങോട്ട് തീമിടണം. ഉച്ചക്ക് ചോറ് വേണം കേട്ടോ. നഴ്സറിക്ക് സ്കൂളിൽ ചോറൊന്നുമില്ല. സാധാ LKG UKG പഠിച്ചിരുന്ന സ്കൂളായതുകൊണ്ട് നേരെ മറിച്ച് സ്കൂളിലാണെങ്കിൽ പിന്നെ അവിടെ ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാവും LKG UKGക്കാർക്ക്. ഇതിപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഊരി അരിയിട്ടാണ് കുക്കറിലാണ് വെച്ചിട്ട് ഇനിയിപ്പോൾ അതാണ് ഒരു ഒറ്റ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ അതായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഉരുളങ്കയും കൊണ്ട് പൊരിച്ചും ചെയ്യാന്നൊക്കെ വിചാരിച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ല ഇറച്ചി വരട്ടിയാണ്. അപ്പോൾ മക്കളെ നമുക്ക് പിന്നെ മുടിയാഴ്ചൻ്റെ ഇറച്ചിയാണ് നമ്മളറിയാതെ ഒരു ഇറച്ചിപ്പൊതി കൊണ്ട് കൊടുക്കുന്നു കേട്ടോ. നമ്മൾ അയലോക്കത്ത് അപ്പുറത്ത് മറിയിലാണ് കേട്ടോ, നമ്മൾ കാണുമൊന്നുമില്ല. അവിടുന്ന് ഒരു ഇറച്ചിപ്പൊതിയും കൊണ്ട് വന്നിന്. അപ്പോൾ പിന്നെ ഇതും കൂടിയാണ് മുറിച്ചിക്കാട് ആയിക്കൂടെ ഇട്ടാണ് നമുക്ക് കുക്കറിലിട്ടാണ് ഒന്ന് അങ്ങോട്ട് വിസിലടുപ്പിച്ചാണ് വേവിച്ചെടുക്കാൻ. കുക്കറിലായതുകൊണ്ട് രണ്ട് ഇറച്ചിയും വേറെ വേവാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് പിന്നെ നമ്മളെ പുതിയ ആപ്പിളക്കാക്കെ വന്നാണ്ട് നമുക്ക് കോഴിയൊക്കെ കൊടുന്നു കേട്ടോ. മന്തി ഉണ്ടാക്കാനുള്ള കോഴിയൊക്കെ കൊടുന്നു. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുക്കുകയാണ് ഞാൻ. മന്തി പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് അടുപ്പത്ത് കത്തി തിളപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഹെസുട്ടിൻ്റെ നഴ്സറിക്കൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അടുപ്പൊക്കെ തിരിച്ചുമൂട്ടി പിടിപ്പിച്ചിട്ടാണ് നമുക്ക് മന്തി അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി വിറക് നാളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ. നമ്മൾ വിറക് ഉണ്ടാക്കാൻ വേണ്ടി പോയിനല്ലേ ബില്ലിക്ക്, അതൊക്കെ ഇവിടെ കൊടുത്തിട്ട് അട്ടിക്കട്ടിക്ക് വെച്ചതൊക്കെ നിങ്ങൾ കണ്ടില്ലേ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിനൊരു 5-6 കൊള്ളി എടുത്ത് കൊടുന്നാണ്ട് നമ്മളിങ്ങനെ അടുപ്പിൽ തിരിച്ചുകൂട്ടി പിടിപ്പിച്ചാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്.
അപ്പോൾ കൊണ്ടുവന്ന് കൂട്ടി വെച്ച അട്ടിമെന്ന് ഒരു 5-6 കൊള്ളി നല്ല കൊള്ളിയൊക്കെയാണ് നമ്മൾ കത്തിച്ചാൻ പാകത്തിന് എടുത്ത് കൊണ്ടുപോയാണ് ഇതാ നമ്മൾ അടുക്കളയേക്കാണ് കൊണ്ടുപോയി വെക്കാതെ നമ്മൾ ഇങ്ങേപ്പുറത്തെ തൊടൂലാണ് നമ്മൾ മൂത്തച്ചക്കാരുടെ തൊടൂലാണ് കേട്ടോ. ഇത് അട്ടിക്ക് വെച്ചതൊരു ഷെഡ് ഉണ്ട്. നമുക്ക് വറകരൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഷെഡിലാണ് വെച്ചതാണ്. ഇനിയിപ്പോൾ മഴയായാലും വെയിലായാലും അവിടെ കടന്നോട്ടെ. ഇനിയിപ്പോൾ കല്യാണത്തിനൊക്കെ ഇപ്പോൾ ഒരു മാസമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് വെച്ചാണ് പിന്നെ ഇതാ നമ്മൾ കോഴിയൊക്കെ നല്ലോണം കേക്ക് ഇവിടെ അങ്ങനെ റെഡി ആക്കി ഇങ്ങോട്ട് വെച്ചിട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ റെസിപ്പി ഞാൻ വിടില്ല കേട്ടോ മക്കളെ. ഇതൊക്കെ പാടെ ഉൾപ്പെടുത്താനൊന്നും സമയം കിട്ടൂല മക്കളെ. അപ്പോൾ ഇതൊക്കെ പാടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല മക്കളെ. നമ്മളടുത്ത് അതിനുള്ള സാമഗ്രികളൊന്നുമില്ല. നമ്മളെ ടൈപ്പോടൊക്കെ അപ്പം നിങ്ങൾ കണ്ടതല്ലേ. പിന്നെ മൂലിയാർമാരുടെ ചെലവും കൂടി ആയതാണ്. 1 മണിയാകുമ്പോഴത്തേക്ക് ഏറ്റൊക്കെ ചോറുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും വേണം. അപ്പോൾ ഒത്തിരി ഇതാവും വേണ്ട. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഓരോ റെസിപ്പിയും കാര്യങ്ങളൊന്നും പറഞ്ഞ് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയം നേരം വൈകിയിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നവർക്ക് തന്നെ ഊഹിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പം നമ്മളത് അങ്ങോട്ട് വീഡിയോ മുഴുവനായിട്ടൊന്നും എടുക്കണില്ല കേട്ടോ. ഒക്കെ പിന്നെ ഒരു ദിവസം നമുക്ക് ഒഴിപോലെ വേണമെങ്കിൽ ഞാൻ അങ്ങനെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനൊന്നും ഇപ്പോൾ പാരല്ലല്ലോ മക്കളെ. ഇത് അങ്ങനെതാ നമ്മളെ കോഴിയൊക്കെ നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചങ്ങോട്ട് എടുക്കാൻ കേട്ടോ. നമുക്ക് മന്തിക്കുള്ള കോഴിയാണ്. ആദ്യം നിന്നാണ് പൊരിച്ചെടുക്കണം. എന്നിട്ടാണ് കേട്ടോ നമ്മൾ ചോറൊക്കെ ആദ്യം തിളപ്പിച്ചെടുക്കണം. അത് നമ്മൾ അടുപ്പത്തേക്ക് വെള്ളം വെച്ചിരിഞ്ഞപ്പോൾ അതൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ചോറോടെ റെഡിയാകും. പിന്നെ അത് നല്ല പൊരിച്ച് കാണുന്നവർ കൂടെ ചോറോടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആവിയിൽ നല്ല ഏറ്റി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മന്തിച്ചോറോടെ വരും പെട്ടെന്ന് റെഡിയായി കിട്ടും. ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമാണ് മക്കളെ. നമുക്ക് ഈ മന്തിച്ചോറ് ഉണ്ടാക്കണത് നമ്മൾ മന്തിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങണത്. പിന്നെ കുട്ടികൾക്കും തന്നെ മന്തിച്ചോറ് കിട്ടായിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി നെയ്ച്ചോറിനെ കാട്ടിയൊക്കെ ഇഷ്ടം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ്. പണ്ടൊക്കെ എന്ന് പറയുന്നത് കുട്ടികൾക്ക് നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ കിട്ടിയാൽ മതിയല്ലോ. അന്നൊന്നും ഈ മന്തിയും കപ്സിയും ഒന്നും വന്നില്ലല്ലോ. അന്നിപ്പം എന്താ പറഞ്ഞ മാതിരി എപ്പോഴെങ്കിലൊക്കെ നെയ്ച്ചോറ ബിരിയാണി ഒന്നും അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴേ കിട്ടുള്ളൂ. ബിരിയാണി ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ തന്നെ അറിയില്ല. ഇനി നെയ്ച്ചോറൊക്കെ പിന്നെ എല്ലാവർക്കും വന്നു ഇന്നൊക്കെ ഉണ്ടാക്കാൻ ആരും പറഞ്ഞിട്ട് കാര്യം. ഇപ്പം നെയ്ച്ചോറൊന്നും ആരും വെക്കലൊന്നും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ അതാ നമ്മളെ മന്തിക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചാൽ അതൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇറച്ചി മുറിച്ച് കൈക്ക് എന്നാക്കി കാണുന്നത് ആ കുക്കറിലോടാക്കി അവിടെ വെച്ചും ചെയ്തു. ഇനി അതോടെ കടന്ന് വെന്തും ചെയ്തോളും. പിന്നെ ഇപ്പം നേരുന്ന പാത്രങ്ങളൊക്കെ കുറച്ചുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈകി മോറി നന്നാക്കി അങ്ങോട്ട് എടുത്തേക്കാറുണ്ട്. ഇപ്പോൾ ചോറ് പോകുമ്പോഴത്തേനും അല്ലാത്ത പണികളൊക്കെ ഇപ്പം നമ്മൾ അടുക്കളയത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇറച്ചി വന്നിട്ട് പിന്നെ അത് തൂമിച്ചെടുക്കാൻ അങ്ങനെ പിന്നെ ഇതാ മക്കളെ ചോറൊക്കെ വെന്താണ് ഇവിടെ പാകത്തിലാണ് ഊറ്റി വെച്ചാൽ ആ ചെമ്പട്ടി തന്നെ ആ വെള്ളക്കണ്ട ഒഴിവാക്കി കാട് നമ്മൾ തക്കുന്നത് സണ്ണക്കട ഒഴിച്ച് കൊടുത്താണ് കോഴി പൊരിച്ചാൻ വേണ്ടിയിട്ട് നമ്മളേക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇതാ നമ്മളെ കോഴിയൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഒരു ഭാഗം പൊരിച്ച് കാണാൻ മറ്റേ ഭാഗം മറിച്ചിട്ട് കാണ്ട് ചോറൊക്കെ അതിൻ്റെ നെറുകൂടെ ഇട്ട് കൊടുത്താണ്. പിന്നെ ഇതാ മന്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ് നമ്മളിതാ അയക്കുതാ അടുപ്പിൽ നിന്ന് കുറച്ച് തീക്കണലെടുത്താണ് ഒരു പാത്രത്തിക്കാടാക്കി കൊടുത്ത് എണ്ണയൊക്കെ വെച്ച് കൊടുത്താണ് മൂടിക്കാണ് ദമ്മിട്ട് നമുക്ക് ഇനി അടുപ്പത്തേക്കാണ് ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മന്തിച്ചോറ് ഇവിടെ അടിപൊളിയായിട്ട് നമ്മളിതാ പീടിയൊക്കെ ഒന്ന് മാങ്ങണേക്കാട്ടി മട്ടം പോലെ നമുക്ക് കൊണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇറച്ചി വെന്ത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പം ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗ്യാസ് കഴിഞ്ഞതും ഇറച്ചി വേവലും ഒപ്പായി. അപ്പോൾ നമ്മൾ കുറ്റി നിറച്ച് വെച്ചൊക്കെ ഉണ്ടായിനി. അപ്പോൾ നമ്മളത് അങ്ങോട്ട് പൊട്ടിച്ച് കാണുന്നത് ഗ്യാസും കുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരുങ്ങ. ഈ സമയത്താണ് ഇപ്പോൾ ഗ്യാസ് കഴിഞ്ഞ് നല്ല നേരല്ലേ. എല്ലാവർക്കൊന്നും ഗ്യാസ് ഇതേപോലെ തുറന്നാട് കൊടുക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ ഇതേപോലെ എന്നാണ് വലിച്ചാണ്ട് എടുത്താൽ അതോട് പോരുട്ടോ. അപ്പോൾ നമുക്ക് വലിച്ചെടുത്തെന്നല്ലാതെ പിന്നെ അതിൽ കൊടുക്കാൻ നമ്മളോട് കഴിയില്ല. അങ്ങനെ കാക്ക പള്ളിക്ക് പോകാൻ വേണ്ടി തുടിങ്കുപ്പായി മാറ്റാൻ വേണ്ടി പെരയൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് കുടിക്കിച്ചാണ്ടേ ഇനിയിപ്പോൾ തൂമിച്ചൊക്കെ എടുക്കും വേണം. അപ്പോൾ പിന്നെ നമ്മളെ റീനൊന്ന് സ്കൂൾക്ക് പോയില്ല എന്ന് പറഞ്ഞില്ല. ഓക്കൊന്ന് സ്കൂളില്ല. ഓക്ക് വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആകൊക്കെ ഒന്ന് അങ്ങോട്ട് അടിച്ചേരി എടുക്കാണ്. മുറ്റടിച്ചേരി നേരത്തങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവൾ ആകൊക്കെ ഒന്ന് അടിച്ചേരി ഇടാണ് കേട്ടോ. ഇന്നത്തെ ദിവസം വരെയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് നല്ല ഉപകാരമായും ചെയ്ത് മറ്റേത് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ എടുക്കേണ്ട മൂല്യന്മാരുടെ ചിലവും. അങ്ങനത്തെ ഗ്യാസൊക്കെ കുടിക്കാതിന് ശേഷം ഞാൻ ചട്ടി കൊണ്ട് അടുപ്പത്ത് വെച്ചാൽ ഇനിയിപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് അങ്ങോട്ട് തൂമിച്ചെടുക്കാമെന്ന് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് കൊടുത്താണ്ട് ഇനിയിപ്പോൾ ഈ ഉള്ളിയും കരിയേപ്പിൻ്റെയും മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്താണ്ട് ആ ഇറച്ചി കഴിക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി വെച്ചത് അവിടെ റെഡിയായി കിട്ടും. ചോറ് ഇപ്പോൾ അവിടെ നമ്മൾ ദമ്മിലിട്ടില്ലേ. അപ്പോൾ ഇതാക്കണം മക്കളെ നമ്മളെ മന്തിച്ചോറും ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടോ. അപ്പോൾ കോഴിയൊക്കെ ഞാൻ അടിയിൽ നിർത്താണ്ട് നെറുക്ക് അങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ അതേ ചോറിൻ്റെ അതേ കളറും സാധനവും സംഭവങ്ങളൊക്കെ ഇല്ലേ. വാസനയും അതേപോലെ മൂക്കൊക്കെ അടിച്ച് കയറുന്നത് അങ്ങനെ നമ്മൾ മൂല്യന്മാർക്ക് കൊടുക്കാനുള്ള ചോറൊക്കെ അങ്ങനെ പാത്രത്തൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കാനുണ്ട്. ഇറച്ചി വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് മയോണൈസൊക്കെ അതും ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടി നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പിന്നെ തക്കാളി സോസൊന്നും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.